മീനല്ല, അതൊരു വലിയ മീനാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 3 രാജ്യങ്ങൾ, ആ 3 രാജ്യങ്ങളിൽ മ്യാൻമർ വിടും, തായ്ലൻഡ് വിടും. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ കണക്ക് എത്രയാണെന്നറിയോ? 236 ടണ്ണാണ് ഈ കഴിഞ്ഞ വർഷം 2024 മാത്രം പിടിച്ചെടുത്തത്. അത്ര ഭീകരമാണ് മയക്കുമരുന്നിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം മാർച്ച് 30 കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ പറഞ്ഞാൽ വിവിധ രാഷ്ട്രീയത്തിൽപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അവഗാഹമുള്ള മീഡിയ പേഴ്സൺസ്, പല തുറകളിൽപ്പെട്ട ആളുകളെ മുഴുവൻ ചേർത്ത് അദ്ദേഹം ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഒരു യോഗം ചേരുകയുണ്ടായി മയക്കുമരുന്നിനെതിരെ. ആ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു: മയക്കുമരുന്നിനെതിരായ യുദ്ധം ഒരു പോലീസിനെ കൊണ്ടോ എക്സൈസിനെ കൊണ്ടോ തീർക്കാൻ സാധിക്കുന്നതല്ല. മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധം അതൊരു ജനകീയ സമരമാക്കി മാറ്റുകയും പോലീസിനോടും എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റിനോടൊപ്പം കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും സപ്പോർട്ട്, അതിന്റെ പിന്തുണ അദ്ദേഹം അതിനകത്ത് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം വൈപ്പിനിൽ നിന്ന് മുനമ്പം വരെ നമ്മളൊരു മനുഷ്യ കോട്ട സൃഷ്ടിച്ചു. അത് മെയ് 8 അതിന്റെ തുടർച്ചയായിട്ട് മെയ് 28 എറണാകുളത്ത് ജില്ലാ സമിതി യോഗം CPM-ന്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ചേർത്തുകൊണ്ട് സാഹിത്യകാരനും സാംസ്കാരിക നേതാവുമായിട്ടുള്ള MK സാനുമാഷിന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടുകയും അത് നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അന്ന് അവിടെ എടുത്ത തീരുമാനമാണ് ഇറങ്ങിച്ചെന്നുകൊണ്ട് കൃത്യമായ അവബോധം മയക്കുമരുന്നിനെതിരായിട്ട് സൃഷ്ടിക്കാൻ സാധിക്കണം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം മയക്കുമരുന്ന് എന്ന് പറയുന്നത്, സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് വളരെ ചെറിയ അളവിൽ വരുന്നൊരു സംഗതി മാത്രമാണ്. അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ആർക്കാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു വെബ് പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിന്റെ ഒരു നമ്പർ ഉണ്ട്. ഈ ജനകീയ ജാഗ്രതാ സമിതികളെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് കലുങ്കിലിരിക്കുന്ന ചില ആളുകള്, അല്ലെങ്കിൽ ടൗണിൽ മാറി നിന്ന് ഉപയോഗിക്കുന്ന ആളുകള്, റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നുന്ന തരത്തിൽ ആരെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പലപ്പോഴും നമുക്കിത് പറയാൻ പേടിയാണ്. ഇത് ആരറിയിക്കും? അറിയിച്ചാൽ നമ്മളുടെ ഐഡന്റിറ്റി വെളിപ്പെടും, നമ്മൾ അവരുടെ നോട്ടപ്പുള്ളിയാവും. എന്തിനാണ് ഞാൻ ഈ പ്രശ്നം എടുക്കുന്നത്? ഇത് എന്റെ പണിയല്ല എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഈ വെബ് പോർട്ടലിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാം. അല്ലെങ്കിൽ ഈ ജാഗ്രതാ സമിതികൾ, 200ഓളം ജാഗ്രതാ സമിതികളാണ് നമ്മുടെ ഏരിയയുടെ കീഴിൽ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. ആ 200ഓളം ജനകീയ ജാഗ്രതാ സമിതികളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അമ്മമാര് മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അമ്മമാരും അച്ഛന്മാരും ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, കുട്ടികൾ, നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഇപ്പൊ പെട്ടികളുടെ ഉള്ളിലാണ്. അതായത് കുട്ടി മിക്കവാറും ടിവിയുടെ മുമ്പിലായിരിക്കും കുറെ കാലം, അല്ലെ? ഒരു പെട്ടിയുടെ മുമ്പിലാണ്. സ്കൂളിൽ പോകുന്ന കുട്ടി വീട്ടിൽ നിന്ന് ബസ്സിൽ കയറുന്നു, അടുത്ത പെട്ടിയിലേക്ക് കയറാണ്. വീടാകുന്ന പെട്ടിയിൽ നിന്ന് കുട്ടി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനമാകുന്ന പെട്ടിയിൽ കയറി. എന്നിട്ട് എവിടേക്ക് പോകും? ക്ലാസ് മുറിയാകുന്ന പെട്ടിയിലേക്ക് പോകും. ക്ലാസ് മുറിയിൽ നിന്ന് തിരിച്ചു വരുന്ന കുട്ടി എവിടേക്കാ പോകുന്നത്? വീണ്ടും അതേ പെട്ടി, വണ്ടിയിൽ കയറും. വണ്ടിയിൽ കയറി വീട്ടിലെത്തും. വീട്ടിലെത്തിയാലോ കുട്ടി വീണ്ടും
ചെറിയ ഒരു പെട്ടിയുടെ മുമ്പിലാകും. ഏതാണ് ആ പെട്ടി? തോണ്ടിക്കളിക്കാവുന്ന ഒരു പെട്ടി മൊബൈലിന്റെ ഉള്ളിലാകും. പെട്ടിയിലാകുന്ന കുട്ടി, സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളിൽ എത്ര പേർ ഇങ്ങനെ ഒരു പെട്ടിയുടെ മുമ്പിൽ ഇരുന്ന ബാല്യകാലം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്? നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ പെട്ടികളിലാണോ? ഇത് നമ്മൾ ആത്മവിചിന്തനം ചെയ്യേണ്ട കുട്ടികളാണ്. നിങ്ങളുടെ കുട്ടികൾ കവിത കേട്ടിട്ട് എത്ര കാലമായി? ആകാശം കണ്ടിട്ട് എത്ര കാലമായി? നിങ്ങളുടെ കുട്ടികളിൽ എത്ര പേർക്ക് എത്ര ചെടിയുടെയും കിളിയുടെയും പേരറിയാം? ഇതൊരു വലിയ ചോദ്യമാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ പിന്നിട്ട ബാല്യ കൗമാരങ്ങളല്ല നമ്മുടെ കുട്ടികൾ പിന്നിടുന്ന ബാല്യ കൗമാരങ്ങൾ. ഒന്ന് ആഗോളാനന്തര കാലമുള്ളൊരു ലോകമാണ്. കോവിഡിന് ശേഷമുള്ളൊരു ലോകത്ത്, കോവിഡിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുതെന്നാണ് എങ്കിൽ കോവിഡിന്റെ കാലത്ത് നമ്മൾ മത്സരിച്ച്, അത് ആവശ്യമായിരുന്നു, മത്സരിച്ച് ക്ലാസ് കേൾക്കാനായിട്ട് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുകയായിരുന്നു. അത് ആവശ്യമാണ്. പക്ഷെ ഈ ആവശ്യത്തെ എങ്ങനെയാണ് ക്രമീകരിച്ച് കൊണ്ടുപോകേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോ. സ്കൂളുകളില് കാലത്ത് സ്കൂളിൽ പോകുന്ന കുട്ടി വൈകിട്ടാകുന്നതോടുകൂടി അവന്റെ ഉന്മേഷമൊക്കെ പോയി നല്ല ക്ഷീണത്തിലാകുന്ന കുട്ടിക്ക് ഇപ്പോ ഒരു 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 കലാപരിപാടി സ്കൂളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് സൂംബ ഡാൻസ് ആണ്. ഈ സൂംബ ഡാൻസ് കേട്ടിട്ട് നിങ്ങളിൽ പലരും വീണ്ടും സ്കൂളിൽ പോകാനായിട്ട് താല്പര്യം കാണിക്കുമോ? ഇപ്പൊ പഴയ പോലെ നല്ല സ്കൂളിൽ സൂംബ ഡാൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ബാലകൗമാരങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. ആ ശ്രമങ്ങൾക്ക് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയാണ് കേരളത്തിലെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഈ ജാഗ്രതാ സമിതികളിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇവിടെ സുനിൽ മാഷ് സംസാരിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഈ നമ്മൾ കൂടുതലായിട്ട് മയക്കുമരുന്നുകളൊക്കെ പറ്റി പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചിലരെങ്കിലും അത് ദുഷ്ടലാക്കോട് കൂടി ഉപയോഗിക്കും. കേരളം നോക്കൂ, കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായിട്ട് മാറി. കഴിഞ്ഞ കുറെ നാൾ കൊണ്ട് മയക്കുമരുന്നിന്റെ ഹബ്ബായിട്ട് മാറി. ഒരിക്കലുമല്ല. 2019 കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കണക്കനുസരിച്ച് കേരളം മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തില് ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ സംസ്ഥാനമാണ്. കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗം കുറവാണ്. 2023-24 ഇന്ത്യയിൽ മൊത്തം പിടിച്ചത് 16,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ്. 2024 ഇന്ത്യൻ സർക്കാർ പിടിച്ചത് 25,000 രൂപയുടെ മയക്കുമരുന്നാണ്. ആ 25,000 രൂപയുടെ മയക്കുമരുന്നില് കേരളത്തിൽ നിന്ന് പിടിച്ചത് 60 കോടി രൂപയ്ക്ക് താഴെയുള്ള മയക്കുമരുന്നാണ്. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബാണ്, കേരളത്തിൽ മുഴുവൻ മയക്കുമരുന്നാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളെയും കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്ത് എതിർക്കാനുള്ള ആത്മബലം കൂടി നമുക്ക് വേണം എന്ന് ഓർമ്മിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം കേരളമാണ് ഏറ്റവും കൂടുതൽ കേസ് എടുക്കുന്ന സംസ്ഥാനം. മയക്കുമരുന്ന് ഉപയോഗത്തില് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? ഏതാണത്? പഞ്ചാബാണ്. മയക്കുമരുന്നിന്റെ ഹബ്ബ് എന്നറിയപ്പെടുന്ന പഞ്ചാബാണ്. പിന്നെ ഗോവയാണ്. ഗോവയിൽ നിന്നാണ് കൂടുതൽ മയക്കുമരുന്ന് നമുക്ക് എത്തുന്നത്. പഞ്ചാബില് ഏകദേശം 9,000 കേസുകൾ മാത്രം എടുക്കുമ്പോൾ കേരളത്തിൽ 25,000 കേസുകളെങ്കിലും എടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും കേസുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ കൺവിക്ഷൻ റേറ്റ്, ശിക്ഷിക്കുന്നതിന്റെ റേറ്റ് 98.9. കേരളത്തിൽ 100 കേസ് പിടിച്ചാൽ 98.9 പേർക്ക് ശിക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മുടെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളേറെ കാത്തിരിക്കും. നമ്മളെ പോലുള്ള മനുഷ്യരും ഒരേപോലെ ഏറെ ആദരവോടുകൂടി കാണുന്ന